ശാപം ഫലിക്കുമെന്ന് പറയുന്നത് അമേരിക്കയുടെ കാര്യത്തിൽ വളരെ സത്യമാവുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അമേരിക്കയുടെ തകർച്ച ഉടനുണ്ടാകും. ഗാസയിലെ മനുഷ്യരെ കൊല്ലാൻ ആയുധം കൊടുത്തവന് ദൈവം കൊടുത്ത വലിയ പണി. കാട്ടുതീയും പ്രളയവും കൊടുങ്കാറ്റിനുമൊക്കെ ശേഷം ഇപ്പോൾ ഇതാ ഭൂകമ്പവും അമേരിക്കൻ ജനതയെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. പരിസ്ഥിതിയെ ദ്രോഹിച്ചതിന്, മനുഷ്യരെ കൊന്നൊടുക്കിയതിന്, നിസ്സഹായരായ കുഞ്ഞുകുട്ടികളെ പോലും കൊന്നു തള്ളിയതിന് നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ഇതെല്ലാം അമേരിക്കയ്ക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതണേ. അപ്പോൾ നമുക്ക് നോക്കാം അമേരിക്കയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം. അമേരിക്കയുടെ കഷ്ടകാലത്തിന് അറുതിയില്ല എന്ന് പറയുന്നതാണ് ശരി. കാട്ടുതീ, പ്രളയം, കൊടുങ്കാറ്റ്, ഇപ്പോൾ ഇതാ ഭൂമി കുലുക്കവും. പ്രകൃതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് തന്നെ സംഭവിക്കുമെന്നാണ് പ്രകൃതി പിന്നെയും പിന്നെയും സൂചന നൽകുന്നത്. എന്നാൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പോലും പിൻവലിഞ്ഞ് ഡ്രിൽ മോർ ഡ്രിൽ എന്ന നയം നടപ്പിലാക്കുന്ന ട്രംപിനെ സംബന്ധിച്ച് എന്ത് പ്രകൃതി സ്നേഹം! ആയുധമുണ്ടാക്കാനും എല്ലാവരെയും ഞെട്ടിക്കാനും ശ്രമിക്കുന്നതിൻ്റെ പകുതി പണിയെടുത്താൽ മതി കൃത്യമായി പ്രകൃതിയെ നോക്കാൻ, അതിനെ പരിപാലിക്കാൻ. അങ്ങനെയെങ്കിൽ അടിക്കടി അമേരിക്കയിൽ ഉണ്ടാകുന്ന പ്രകൃതിയുടെ വികൃതികൾ ഒന്ന് കുറയുമായിരുന്നു. എന്താണ് അമേരിക്കയിൽ നിന്നുള്ള പുതിയ വാർത്ത എന്നല്ലേ പറയാം. തെക്കൻ കാലിഫോർണിയയിൽ വലിയ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. തിങ്കളാഴ്ച റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായതായി US ജിയോളജിസ്റ്റുകളാണ് പറഞ്ഞത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം മെക്സിക്കോയുമായുള്ള US അതിർത്തിയിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജൂലിയന് 2.5 മൈൽ, അതായത് 4 കിലോമീറ്റർ തെക്കായിട്ടാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 8 മൈൽ ആഴത്തിലായിരുന്നു ഈ ഭൂചലനം. ആദ്യ ഭൂചലനത്തിന് ശേഷം ചെറിയ തുടർചലനങ്ങളും ഉണ്ടായി. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭൂമിയുടെ നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനമാണ് US വെസ്റ്റ് കോസ്റ്റ്. അതിനാൽ തന്നെ ഇവിടെ ഭൂചലനങ്ങൾ സാധാരണമാണ്. 1906-ൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ ഭൂചലനത്തിലും സുനാമിയിലും 3000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 1993-ൽ ലോസ് ആഞ്ചൽസിൽ ഉണ്ടായ ഭൂചലനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അമേരിക്കയിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് കോസ്റ്റിൽ ഭൂകമ്പങ്ങൾ ഒരു സാധാരണ പ്രതിഭാസമായി മാറി തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭൂകമ്പപരമായി സജീവമായ പ്രദേശം കാലിഫോർണിയ തന്നെയാണ്. അവിടെ സാൻ ആൻഡ്രിയാസ് ഫോൾ സംസ്ഥാനത്തിൽ ഇത് ഗണ്യമായ ഭൂകമ്പ സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയറിനോട് ചേർന്നുള്ള സ്ഥാന കാരണം അലാസ്കയും ഇടയ്ക്കിടെ ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവിക്കാറുണ്ട്. പസഫിക് വടക്ക് പടിഞ്ഞാറൻ സോണിന് സമീപം ന്യൂ മാൻഡിഡ് സീസ്മിക് സോണ്, അതുപോലെ തന്നെ മധ്യ കിഴക്കൻ US-ന്റെ ചില ഭാഗങ്ങൾ പോലും ഭൂകമ്പങ്ങൾക്ക് വിധേയമാണ്. US ജിയോളജിക്കൽ സർവേ രാജ്യത്തുടനീളമുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ജീവനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതിന് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, അപകട ഭൂപടങ്ങൾ, തയ്യാറെടുപ്പ് വിവരങ്ങൾ എന്നിവ നൽകുകയും ചെയ്യുന്നുണ്ട്. അപകട സാധ്യത മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുതിയ പ്രസിഡന്റ് ഒക്കെ എത്തിയതോടെ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ അമേരിക്കയിലായിരുന്നു. പക്ഷെ ഇതിലൊന്നും അമേരിക്കക്കാർ അത്ര ഹാപ്പി അല്ല എന്നതാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. എങ്ങനെയാണല്ലേ അവർ ഹാപ്പി ആവുക? കാരണം ഇത്രയും നിരന്തരമായിട്ട് ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് അമേരിക്കയിൽ അരങ്ങേറുന്നത്. പുറത്തു വന്ന വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലെ ആളുകളുടെ ഹാപ്പിനെസ് സൂചിക താഴ്ന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സൂചികയിൽ അമേരിക്ക 147 രാജ്യങ്ങളിൽ 24-ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു സ്ഥാനം താഴെയായിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ 12 വർഷത്തിനിടയിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ശേഷം ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ 20 രാജ്യങ്ങളിൽ അമേരിക്ക റാങ്ക് ചെയ്യപ്പെടാത്ത ആദ്യ വർഷമായി 2024 മാറി എന്ന വാർത്തയും വന്നിരുന്നു. എങ്ങനെയാണല്ലേ അമേരിക്ക സന്തോഷിക്കുക? ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ട് അമേരിക്കൻ ജനത കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭമാണ് അതിൽ പ്രധാന കാരണം പോലും. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ഒരു 6 മാസക്കാലം മാത്രം അമേരിക്കയിലെ പ്രകൃതി ദുരന്തങ്ങളിൽ എത്രത്തോളം മനുഷ്യരാണ് ഇല്ലാതായത് എന്നത്. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ ശാപവും. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ അമേരിക്കയുടെ അടിപതറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്കൻ സാമ്പത്തിക മേഖല വലിയ സാമ്പത്തിക മാന്ദ്യത്തെയാണ് നേരിടാൻ പോകുന്നത് എന്ന കാര്യം ലോകത്ത് തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു. ട്രംപിന്റെ മണ്ടൻ നയങ്ങൾ സാമ്പത്തിക മേഖലയെ പിടിച്ചുലയ്ക്കുകയായിരുന്നു എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. മധ്യ അമേരിക്കയിലുടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടമാണ് അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. മരണസംഖ്യ മാത്രമല്ല, രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളും താറുമാറാക്കിയാണ് ചുഴലിക്കാറ്റ് തിരിച്ചുപോയത്. ചുഴലിക്കാറ്റ് ഏറ്റവും അധികം നാശനഷ്ടം വിതച്ചത് മിസോറിയിലാണ്. മാത്രവുമല്ല, കാട്ടുതീ, പ്രളയം, ചുഴലിക്കാറ്റ് എന്നിവയൊക്കെ അമേരിക്കയിലെ നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ ദക്ഷിണ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ പടിഞ്ഞാറൻ പ്രാന്തിലെ
പസഫിക് പാലിസേഡ്സ് ഈറ്റൻ പ്രദേശങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ അണഞ്ഞിട്ട് ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് പ്രളയം എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ജനുവരി 7-നുണ്ടായ കാട്ടുതീ പെട്ടെന്നാണ് അമേരിക്കയെ വിഴുങ്ങിയത്. 23,713 ഏക്കറുകളിലേക്ക് വ്യാപിച്ച കാട്ടുതീ പസഫിക് പാലിസേഡ്സ്, മാലിബു പ്രദേശങ്ങളെ മുഴുവനായി വിഴുങ്ങിയിട്ടാണ് തിരിച്ചുപോയത്. 24 അമേരിക്കൻ പൗരന്മാരാണ് ഈ കാട്ടുതീയിൽപ്പെട്ട് വെന്തുരുകി മരിച്ചത്. 15,000 കെട്ടിടങ്ങളും തീയിൽ അമർന്നിട്ടുണ്ടായിരുന്നു. ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാരുടെ വീടുകളും കത്തി നശിച്ചു. 1.5 ലക്ഷത്തോളം പേർ ഭവനരഹിതരായി മാറി. അഗ്നിശമന സേനാംഗങ്ങൾ കിടഞ്ഞു പരിശ്രമിച്ചിട്ടും പടർന്നു പിടിച്ച കാട്ടുതീ അമേരിക്കയെ വിഴുങ്ങാതെ മടങ്ങിപ്പോയില്ല. കാട്ടുതീ ഉണ്ടാക്കിയ പൊള്ളലിന്റെ വേദന ഉണങ്ങുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിലാണ് അമേരിക്കയ്ക്ക് പിന്നെ പണി കിട്ടുന്നത്. അമേരിക്കയിലെ തെക്ക് കിഴക്കൻ മേഖലയെ മുക്കാൻ ശേഷിക്ക് കനത്ത മഴയാണ് പിന്നീട് പെയ്തിറങ്ങിയത്. ഇത്രത്തോളം പുരോഗതി കൈവരിച്ച രാജ്യമായിരുന്നിട്ട് കൂടി പ്രകൃതിയുടെ ക്രൂര മുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നതേയില്ല. അമേരിക്കയിൽ കാട്ടുതീ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നതിന് കാരണം പരിസ്ഥിതി, കാലാവസ്ഥ, മനുഷ്യഘടകങ്ങൾ എന്നിവയുടെ സംയോജനം തന്നെയാണ്. സാങ്കേതിക പുരോഗതിയിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നും നേരിടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത്. ഈ ദുരന്തങ്ങൾ പാരിസ്ഥിതിക ദുർബലതയുടെ പ്രതിഫലനം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം, നഗരവികസനം, മനുഷ്യ പ്രവർത്തനങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലും എടുത്തു കാണിക്കുന്നു. കാട്ടുതീ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, ഇപ്പോൾ ഇതാ ഭൂകമ്പം തുടങ്ങി നിരവധി തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് US കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കും. 2024 ഏപ്രിൽ 14-ന് കാലിഫോർണിയയിലെ സാൻ ഡീഗോ കൗണ്ടിയിലെ ജൂലിയന് സമീപം 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്നു. ലോസ് ആഞ്ചൽസിനും പരിസര പ്രദേശങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഭൂകമ്പം വ്യാപകമായി അനുഭവപ്പെടുന്നു. വീണ് കിടക്കുന്ന അവശിഷ്ടങ്ങൾ, വൈദ്യുതി തടസ്സങ്ങൾ തുടങ്ങിയ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഇത് വരുത്തിയിട്ടുള്ളൂ എങ്കിലും സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സിസ്റ്റത്തിനടുത്തുള്ള സ്ഥാനം കാരണം കാലിഫോർണിയയുടെ ഭൂകമ്പ സാധ്യതകളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി ഇത് മാറി. രാവിലെ ഉണ്ടായ ഒന്നിലധികം തുടർചലനങ്ങളും ഒരു ഫോർ ഷോക്കും പൊതുജനങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മിഡ്വെസ്റ്റിലും തെക്കൻ മേഖലയിലും ഉണ്ടായ ചുഴലിക്കാറ്റിലേക്ക് വരാം. ഏകദേശം അതേസമയം തന്നെ മിഡ്വെസ്റ്റിന്റെയും തെക്കൻ US-ന്റെയും ചില ഭാഗങ്ങളിൽ നിരവധി ചുഴലിക്കാറ്റുകളാണ് ആഞ്ഞടിച്ചത്. പ്രത്യേകിച്ച് ഒക്ലഹോമ, ടെക്സസ്, ആർക്കൻസാസിന്റെ ചില ഭാഗങ്ങൾ എന്നിവയെ ഇത് കാര്യമായി ബാധിച്ചു. ഈ കഠിനമായ കാലാവസ്ഥാ സംഭവങ്ങൾ വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി. മരങ്ങൾ കടപുഴകി വീണു. ആയിരക്കണക്കിന് ആളുകളുടെ വൈദ്യുതി തടസ്സപ്പെട്ടു. കൊടുങ്കാറ്റും ഭൂകമ്പവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോട് ഒരേ സമയം പ്രതികരിച്ചുകൊണ്ട് അടിയന്തര സേവനങ്ങൾ വളരെ കുറവുമായിരുന്നു. തെക്കുകിഴക്കൻ മേഖലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലേക്ക് വരാം. തെക്കുകിഴക്കൻ US-ലെ പ്രത്യേകിച്ച് ജോർജിയ, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ കനത്ത മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായി. നദികൾ കരകവിഞ്ഞൊഴുകി, റോഡുകൾ അടച്ചു, ചില സമൂഹങ്ങളെ താൽക്കാലികമായി ഒഴിപ്പിക്കുകയായിരുന്നു. കൊടുങ്കാറ്റുകളും ഇതിനോടകം വെള്ളത്തിനടിയിലെ മണ്ണും കൂടിച്ചേർന്ന് വെള്ളപ്പൊക്ക സാധ്യതയാണ് വർദ്ധിപ്പിച്ചത്. ഇനി തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉണ്ടാകുന്ന കാട്ടുതീയിലേക്ക് വരാം. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വളരെയധികം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ തെക്കു പടിഞ്ഞാറൻ മേഖല വരൾച്ചയുടെ പിടിയിലായിട്ട് വർഷങ്ങളായി. വരണ്ട സസ്യലതാദികൾ, ഉയർന്ന താപനില, ശക്തമായ കാറ്റ് എന്നിവ കൊണ്ട് തന്നെ അരിസോണ, ന്യൂ മെക്സിക്കോ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉയർന്ന കാട്ടുതീ സാധ്യതകൾ നേരിടുന്ന സംസ്ഥാനങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ വർഷവും തീപിടുത്ത സീസൺ നേരത്തെ ആരംഭിക്കുന്നതിനാൽ അഗ്നിശമന സേനാംഗങ്ങളും അതീവ ജാഗ്രതയാണ് ഈ മേഖലയിൽ പുലർത്തുന്നത്. കാലിഫോർണിയയിൽ അടുത്ത കാലത്തുണ്ടായ ഭൂകമ്പവും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റുകളും വെള്ളപ്പൊക്കവും കാട്ടുതീ ഭീഷണികൾ എന്നിവയുമൊക്കെ ചേർന്ന് വൈവിധ്യമാർന്ന പ്രകൃതി വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യത്തിന്റെ ചിത്രമാണ് അമേരിക്കയിൽ വരച്ചു കാണിക്കുന്നത്. ദുരന്ത തയ്യാറെടുപ്പ്, കാലാവസ്ഥാ പ്രതിരോധം, അത്തരം ബഹുമുഖ ഭീഷണികളെ നേരിടാൻ പ്രാപ്തിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപം എന്നിവയുടെ പ്രാധാന്യം ഈ സംഭവങ്ങൾ അടിവരയിട്ട് കാണിക്കുകയാണ്. പക്ഷേ ഇത് തിരിച്ചറിയേണ്ടതും കാര്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടത് ഭരണകൂടമാണ്. അല്ലാതെ അവർ ആയുധമുണ്ടാക്കാനും യുദ്ധം ചെയ്യാനും പുറപ്പെട്ടാൽ ഇവിടുത്തെ ജനതയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഫെമ, USGS എന്നിവയുൾപ്പെടെ ഫെഡറൽ സംസ്ഥാന ഏജൻസികൾ ഈ സാഹചര്യങ്ങൾ സജീവമായി നിരീക്ഷിക്കുകയും സഹായം നൽകുന്നതിനും ദുരന്ത പ്രതികരണ ശ്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രാദേശിക അധികാരികളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയാൽ അമേരിക്ക ഉടൻ തകർച്ചയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ പ്രകൃതി തന്നെ അമേരിക്കയുടെ കാര്യം നോക്കിക്കോളും. പ്രകൃതി ദുരന്തങ്ങളിൽ അലയുന്ന അമേരിക്കൻ ജനത ഉടനെ തന്നെ അവിടെ നിന്നും നാട് വിടേണ്ടി വരും. എന്തായിരിക്കും ഇനി സംഭവിക്കുക? എന്തൊക്കെയായിരിക്കും ഇനി അവിടെ നടക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.